Welcome back to yet another episode of Paint Expertise. ഇതാ കണ്ടില്ലേ, എൻ്റെ പുറകിലുള്ളത് ഒരു മെറ്റൽ ഷട്ടറാണ്, റോളിംഗ് ഷട്ടർ. ഈ റോളിംഗ് ഷട്ടർ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീൽ അഥവാ MS ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ പുറകിലുള്ള ഈ തുരുമ്പ് പിടിച്ച് ഓൾറെഡി പെയിൻറ് ചെയ്തിട്ട് പഴയതായ ഒരു മെറ്റൽ ഷട്ടർ റീപെയിൻറ്റ് ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റൽ സ്ട്രക്ചറിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള പെയിൻറ്റിങ് പ്രോസസ്സാണ് നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അത് ഓരോ സ്റ്റേജും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന പെയിൻറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് ട്രൂകോട്ട് പെയിൻറ്റ്സിൻ്റെ ട്രൂപോക്സി സെൽഫ് പ്രൈമിംഗ് എപ്പോക്സി ഫിനിഷ് കോട്ട്. പേര് കേട്ട് ഞെട്ടണ്ട. സെൽഫ് പ്രൈമിംഗ് ഫിനിഷ് കോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കോട്ടടിച്ചാൽ പ്രൈമറായും 2 കോട്ടടിച്ചാൽ ഫിനിഷ് കോട്ടായും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെറ്റൽ സർഫസിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ സഹായിക്കും. എങ്ങനെ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിൻ എപ്പോക്സി റെസിൻ ആയതിനാൽ ഇത് വാട്ടർ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്. അതാണ് ആദ്യത്തെ ഗുണം. രണ്ടാമതായി ഇതിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള സ്പെഷ്യലായിട്ടുള്ള പിഗ്മെൻറ്റ്സ് ചേർത്തിരിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പിഗ്മെൻ്റാണ്. ഒന്ന് സിങ്ക് ഫോസ്ഫേറ്റ് പിഗ്മെൻറ്റും പിന്നെ മോഡിഫൈഡ് ഗ്രഫീൻ ബേസ്ഡ് പിഗ്മെൻറ്റും. അങ്ങനെ ഇതിൽ ചേർത്തിരിക്കുന്ന ഈ എപ്പോക്സി റെസിനും കൂടാതെ റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സും ഇത് രണ്ടും ചേർന്നാണ് ഈ എപ്പോക്സി പെയിൻറ്റിന് റസ്റ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള ശക്തി നൽകുന്നത്. അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഈ മെറ്റൽ സർഫസിൽ അടിച്ചാൽ ഇനി ഇതിൻ്റെ പുറത്ത് തുരുമ്പ് പിടിക്കില്ല. കൂടാതെ ഇത് പ്രൈമർ കം ഫിനിഷ് കോട്ട് ആയതുകൊണ്ട് തന്നെ പ്രൈമറിൻ്റെ ഗുണവും ഫിനിഷ് കോട്ടിൻ്റെ ഗുണവും രണ്ടും ചേർന്ന് നല്ല ഉഗ്രനായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഇതിൻ്റെ മുകളിൽ രൂപപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഈ ട്രൂകോട്ട് ട്രൂപോക്സി എന്ന് പറയുന്നത് മെറ്റൽ സർഫസിന് ഏറ്റവും അനുയോജ്യമായ ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് ആണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു. ഈ മെറ്റൽ സർഫസ് നമുക്ക് വൃത്തിയായി സർഫസ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. സർഫസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇത് നന്നായി ഉരച്ച് അതിലുള്ള തുരുമ്പും മറ്റ് അഴുക്കുകളും കളയേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ ഷീൻ ലാക്കിൻ്റെ D13 എന്ന NC തിന്നർ ഉപയോഗിച്ച് അത് കോട്ടൺ വേസ്റ്റിൽ മുക്കി അതിൻ്റെ മുകളിലുള്ള ഗ്രീസും അതുപോലുള്ള അഴുക്കുകളും തുടച്ച് കളയേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സാൻഡ് പേപ്പർ കൊണ്ടുള്ള ഉരയ്ക്കലും രണ്ടാമതുള്ള ഈ തിന്നർ ഉപയോഗിച്ചിട്ടുള്ള തുടയ്ക്കലും കൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസ് നല്ല ക്ലീൻ ആവുകയും നമ്മുടെ സർഫസ് പ്രിപ്പറേഷൻ പ്രോപ്പർ ആവുകയും ചെയ്യും. സർഫസ് പ്രിപ്പറേഷന് ശേഷം നമ്മൾ പെയിൻറ്റ് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ 2 കോട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. ആദ്യത്തെ കോട്ട് പ്രൈമർ കോട്ടായും രണ്ടാമത്തെ കോട്ട് ഫിനിഷ് കോട്ടായും ആക്ട് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ട്രൂപോക്സി സ്പ്രേ ഉപയോഗിച്ചാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. സ്പ്രേ ചെയ്യാനുള്ള കംപ്രസറും ഗണ്ണും എല്ലാം ഇവിടെ റെഡിയാണ്. അതോടൊപ്പം തന്നെ ട്രൂകോട്ടിൻ്റെ നമ്മുടെ പെയിൻറ്റർ ചങ്കുകളും ഇവിടെ നമുക്ക് റെഡിയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുവാനായിട്ട് നമുക്ക് ഈ ട്രൂപോക്സി എടുത്ത് അത് തിൻ ചെയ്യേണ്ടതുണ്ട്, ലയിപ്പിക്കേണ്ടതുണ്ട്. കാര്യം സ്പ്രേ ഗണ്ണിലൂടെ ഈ പെയിൻറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിശ്ചിത അളവിൽ അതിൽ നമ്മൾ തിന്നർ യൂസ് ചെയ്യണം. ഇതിലുപയോഗിക്കുന്ന തിന്നർ ഷീൻ ലാക്കിൻ്റെ SP58 SP58 എന്ന തിന്നറാണ് ഇതിൽ നമ്മൾ ലയിപ്പിക്കുന്നത്. 1 ലിറ്റർ പെയിൻറ്റിന് ഏകദേശം 10 മുതൽ 15% എന്ന കണക്കിൽ ഈ തിന്നർ ആഡ് ചെയ്ത് അത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ സ്പ്രേ ഗണ്ണിലേക്ക് ഒഴിച്ച് അത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് പരിചയമുള്ള നമ്മുടെ പെയിൻറ്റർ സുഹൃത്തുക്കൾ 2 പേര് ഇവിടെ ഉണ്ട്. അവരാണ് ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പെയിൻറ്റ് സർഫസ് പ്രിപ്പറേഷനിലേക്കും പെയിൻറ്റ് ആപ്ലിക്കേഷനിലേക്കും നമുക്ക് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ്. എൻ്റെ വീട് എഴുപനയിലാണ്. ഞാനൊരു 35 വർഷക്കാലം കൊണ്ട് പെയിൻറ്റിംഗ് മേഖലയിൽ തന്നെയാണ്. എൻ്റെ പേര് മഹേഷ്. എഴുപനയാണ് എൻ്റെ വീട്. 25 വർഷമായിട്ട് ഞാൻ പെയിൻറ്റിംഗ് മേഖലയിലാണ്. അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വീണ്ടും നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ തുടങ്ങി വെച്ചോട്ടെ.
പ്രൈമർ കോട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൂപോക്സി വൈറ്റ് കളറാണ്. നിങ്ങൾ കണ്ടതുപോലെ ഈ വൈറ്റ് ട്രൂപോക്സിയുടെ കണ്ടെയ്നറിന് മുകളിൽ എഴുതിയിരിക്കുന്ന മാനുഫാക്ചറിംഗ് ഡേറ്റ് ഫെബ്രുവരി 2023 എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർ ഓർക്കുന്നുണ്ടാവും, ഞാൻ അതിൽ പെയിൻറ്റിൻ്റെ ഷെൽഫ് ലൈഫിനെ പറ്റിയും അതിൻ്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റിയും പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സോൾവെൻറ്റ് ബേസ്ഡ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് 3 വർഷം വരെ നമുക്ക് അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ട്രൂപോക്സി വൈറ്റ് അടിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് കോട്ടിലേക്ക് കിടക്കുന്നു. നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അടിക്കാൻ പോകുന്ന കളറ് വൈറ്റ് അല്ല, സെക്കൻഡ് കോട്ട് കൊടുക്കാൻ പോകുന്നത് ട്രൂപോക്സിയുടെ നേച്ചർ ഗ്രീൻ എന്നുള്ള കളറാണ്. നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് കോട്ട് ട്രൂപോക്സിയും തീർന്നിരിക്കുകയാണ്. നേച്ചർ ഗ്രീൻ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് അടിച്ചിരിക്കുന്നു. ഇനിയും ഇത് ഇത്രയും നന്നായിട്ട് അടിച്ച നമ്മുടെ പെയിൻറ്റർ സുഹൃത്തുക്കൾ 2 പേരുണ്ട്. അവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ഈ പഴയ ഷട്ടറിൽ ഞങ്ങൾ പെയിൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഇത് കൺഫേം ആകുമോ എന്നുള്ള ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. എന്നാൽ റൂക്കോട്ട് പെയിൻറ്റ് അടിച്ച ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഈ നല്ലൊരു മൂമെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് ഇവിടെ തീർന്നിരിക്കുന്നു. നമ്മൾ ഷട്ടർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ തുരുമ്പിച്ച പഴയ ഷട്ടറിൽ നിന്ന് ഇപ്പോൾ നല്ല അടിപൊളി പുത്തൻ ഷട്ടറാക്കി നമ്മൾ ഈ ഒരു സബ്സ്ട്രേറ്റിനെ മാറ്റി. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പെയിൻറ്റിങ് പ്രോസസ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒട്ടനവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. So until then, this is Deepu Skaria signing off from Paint Expertise.